BJP നേതാവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ഒപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, വീണ്ടും വേട്ടയാടുന്നു. അല്ല, ഒരു സംശയവും വേണ്ടല്ലോ. കേരള സർക്കാരിന് പ്രാന്ത് പിടിച്ചതാണോ അതോ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ജനവിരുദ്ധ നയം തുടരുന്നതിൻ്റെ ഭാഗമായി ഭക്തജനങ്ങളോടും ഹിന്ദു സമൂഹത്തിനോടും അവർ കാണിക്കുന്ന നിലപാടാണോ എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കണം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ അടിയിലൊപ്പിട്ട ഓഫീസർ എന്ന് പറയപ്പെടുന്ന ആ ഉദ്യോഗസ്ഥനെ വിത്തൗട്ട് എനി ഡിലേ ഇമ്മീഡിയറ്റ് എഫക്ട് പുറത്താക്കണം. കാരണം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊരു കള്ളക്കേസ് ഉണ്ടാക്കി, കള്ളാരോപണം ഉണ്ടാക്കി, സ്ഥലത്തുണ്ടാവാത്ത ആളുകളെ കൂടി അതിനകത്ത് ചേർത്ത് വെച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ള ഈ കുറ്റപത്രത്തെ പരിപൂർണമായിട്ട് എതിർക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് ഏത് നിലയിൽ പോയാലും അത് കൃത്യമായി തന്നെ അതിനെതിരെ പോരാടും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ദൈവങ്ങളോടും ഹിന്ദു സമൂഹത്തിനോടും ഹിന്ദു ആചാരങ്ങളോടുമുള്ള ആ ഒരു പ്രവർത്തന രീതി എന്ന് പറയപ്പെടുന്നത് നിഷേധാത്മകവും ഒപ്പം തന്നെ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയതുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പോത്തിന് ചമല കളർ കണ്ട ജാതിയാണ്, അല്ലെങ്കിൽ പിണറായിക്ക് കറുപ്പ് കളർ കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാല് ഇവിടെയും തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിന്ദു സമൂഹം നടത്തിയിട്ടുള്ള നാമജപ ഘോഷയാത്രയെ അടക്കം ഇവർ സമരമായി കണ്ടു, വണ്ടികൾ അടിച്ചു തകർത്തു, ആയുധങ്ങൾ എടുത്തു എന്നൊക്കെ പറഞ്ഞ് കള്ള കുറ്റപത്രമുണ്ടാക്കി, കള്ളക്കഥയുണ്ടാക്കി പൊതുസമൂഹത്തിനകത്ത് നടത്തുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ BJP അത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിലെ അമ്മമാരടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങി നാമജപം ചൊല്ലിയത് അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്. അവർ അവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും സംരക്ഷിക്കാൻ ഈ കേരളത്തിൽ പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് തെരുവിലിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ആ തെരുവിലിറങ്ങേണ്ടി വന്ന കാര്യവും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ. അന്നത്തെ സമയത്ത് ഇവർ കാണിച്ച നീതികേട്, ഇവർ കാണിച്ച നിഷേധാത്മകമായ നിലപാട്, ഇവർ കാണിച്ച പോലീസിനെ മുന്നിൽ നിർത്തി കാണിച്ച ഗുണ്ടായിസം ഈ ഹിന്ദു സമൂഹത്തിനോടും ഹിന്ദു ആചാരങ്ങളോടും ഹിന്ദു ദൈവങ്ങളോടും ക്ഷേത്ര ദർശനങ്ങളോടും ക്ഷേത്രീയ ശൈലികളോടും ഒക്കെ ഇവർ തുടർന്നു പോരുന്ന വിഷയത്തെ നമ്മൾ ചർച്ചയാക്കണം. വരും ദിവസങ്ങളിലൊക്കെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, ഹിന്ദു സമൂഹത്തിന് ഈശ്വര വിശ്വാസം കൊണ്ട് നടക്കുന്ന ഭക്തജനങ്ങൾക്ക്, വിശ്വാസമുള്ള ആളുകൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവരെ പോലീസ് ഗുണ്ടായിസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ അടിച്ചേൽപ്പിക്കുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഒരു കാര്യം വളരെ വ്യക്തമായി പിണറായി സർക്കാർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഇവിടുത്തെ പൊതുസമൂഹത്തിനെ, വിശ്വാസി സമൂഹത്തിനെ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി, കള്ളക്കഥയുണ്ടാക്കി കുറ്റപത്രം സമർപ്പിക്കുന്ന കുറെ പോലീസ് ഓഫീസർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഹിന്ദു ആചാരങ്ങൾക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കും ഹിന്ദു വിശ്വാസങ്ങളിൽ അർപ്പിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്കും നേരെ തിരിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, തെരുവിൽ നേരിടേണ്ട വിഷയമാണെങ്കിൽ തെരുവിൽ നേടും, നിയമപരമായ വിഷയമാണെങ്കിൽ നിയമപരമായി നേരിടും. ഈ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും അവകാശമുണ്ട്, വിശ്വസിക്കാനും അവകാശമുണ്ട്, വിശ്വസിക്കാതിരിക്കാനും അവകാശമുണ്ട്. ആ വിശ്വാസികളോട് നിങ്ങൾ കാണിക്കുന്ന നീതികേടിനെ കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക എന്ന് പറയപ്പെടുന്ന ഉത്തരവാദിത്തം ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്കുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ട്. പിണറായി വിജയന്റെ തീട്ടൂരവും വേഷം കെട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള എല്ലാവിധ തൻ്റെ ഇടവും ഈ പാർട്ടികൾക്കുണ്ട്. കാരണം ഹിന്ദു സമൂഹത്തിന് നേരെ മാത്രമാണ് ഇവരുടെ ആക്രമണമുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവും ഒന്നാണ്, ക്രൈസ്തവനും ഒന്നാണ്, മുസ്ലിമാനും ഒന്നാണ്. ഈ നാടിനകത്തെ എല്ലാ ജനങ്ങളുടെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു, എല്ലാ ജനങ്ങളുടെയും എല്ലാ തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഈ BJP ബഹുമാനിക്കുന്നു, BJP അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ വിശ്വാസമില്ലാത്ത ആളുകളെയും BJP അംഗീകരിക്കുന്നു. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ആ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ നാടിനകത്ത് വിശ്വാസികളെ അടിച്ചമർത്തണം അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി പിണറായി വിജയന്റെ റാൻമൂളികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുക്കള നിരങ്ങികളായിട്ടുള്ള ഇവിടുത്തെ പോലീസ് ഓഫീസർമാർ ഇതുപോലെയുള്ള കള്ളക്കഥയുണ്ടാക്കി കുറ്റപത്രം സമർപ്പിച്ച് പ്രമുഖരെ, അവിടെ ഇല്ലാത്ത ആളുകളെ, ആ സമയത്ത് ആ ഭാഗത്തെ ഇല്ലാത്ത ആളുകളെ, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലിരിക്കുന്ന ആളുകളെ അടക്കം ഇതിനകത്ത് വലിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അതിൽ ഉദ്ദേശം കൃത്യമാണ്. ഈ സമൂഹത്തിനെതിരാണ് ഞങ്ങളുടെ നയം എന്നുള്ളത് കൃത്യമാണ്. ഈ സമൂഹത്തിനെതിരെ തുടച്ചു നീക്കുന്നതിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഇതെന്നുള്ളത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് പിണറായി സർക്കാർ കൃത്യമായിട്ട്
എന്താ അതിന് പറയാ, തീക്കൊള്ളിക്കൊണ്ടാണ് തല ചൊറിയുന്നത് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ കൂടി ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ചർച്ചയെ ഞാൻ വിനിയോഗിക്കുകയാണ്. ഇത് നമ്മൾ ചെറുതായിട്ട് കാണരുത്. ഈ വിഷയം എന്തുകൊണ്ടാണ് ഇന്നും സർക്കാർ കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികമുണ്ട് ഈ സമൂഹത്തിനോടുള്ള പിണറായി സർക്കാരിൻ്റെ വിരോധം എന്ന് പറയപ്പെടുന്നത്. ഒരു മതത്തിനോട് അല്ലെങ്കിൽ ഒരു ജാതിയോട് അല്ലെങ്കിൽ ഒരു വിശ്വാസങ്ങളോട് ഒരു ആചാരങ്ങളോട് ഒരു സർക്കാരിന് ഇതുപോലെയുള്ള മോശകരമായിട്ടുള്ള പ്രവൃത്തി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, ഇത്ര കാലമായി ആ വൈരാഗ്യം വെച്ചു പുലർത്തണമെന്നുണ്ടെങ്കിൽ, ആ സമൂഹത്തെ നശിപ്പിക്കണമെന്നും അടിച്ചേൽപ്പിക്കണമെന്നും തകർക്കണമെന്നും ഈ നാട്ടിൽ നിന്ന് തന്നെ അവരെ മാറ്റണമെന്നും ആ ആചാരങ്ങളോട് കൃത്യമായിട്ടുള്ള വിരോധം കാണിച്ചുകൊണ്ട് തുടച്ചു മാറ്റണമെന്നുള്ള കൃത്യമായ ഗൂഢാലോചന ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ട്. ഇടതുപക്ഷത്തിന്റെ തീരുമാനമാണത്. ആ തീരുമാനം അടിച്ചേൽപ്പിക്കാൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കഥ ഉണ്ടാക്കുന്നു, കള്ളകുറ്റപത്രം ഉണ്ടാക്കുന്നു, ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ തുടച്ചു മാറ്റാൻ ഈ പിണറായി സർക്കാർ തയ്യാറായാൽ, ആ പിണറായി സർക്കാർ നേതൃത്വം കൊടുക്കുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ തുടച്ചു മാറ്റാൻ ഇവിടുത്തെ വിശ്വാസികൾ രംഗത്ത് വരും. ഇവിടുത്തെ ആചാരങ്ങളെ ബഹുമാനിക്കുന്ന, അനുഷ്ഠാനങ്ങളെ ബഹുമാനിക്കുന്ന, ദൈവങ്ങളെ ബഹുമാനിക്കുന്ന, വിശ്വാസങ്ങളെ അംഗീകരിക്കുന്ന, ക്ഷേത്രങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന വലിയൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ മറന്നുകൊണ്ടൊന്നും ഇവിടെ നടമാടാമെന്നും വിജയിക്കാമെന്നും ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കേണ്ട, പിണറായി വിജയൻ തീരുമാനിക്കേണ്ട, പിണറായി വിജയന്റെ റാൻമൂളികളായ പോലീസും തീരുമാനിക്കേണ്ട. പോലീസ് ഇന്ന് ചെയ്തിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരത്തെ അതേ നാണയത്തിൽ തന്നെ ചോദ്യം ചെയ്ത് ആ ഒപ്പിട്ട ഓഫീസറിന്റെ തോപ്പി തെറിക്കുന്നത് വരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായി നമ്മൾ പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ കൂടി ഈ ഒരു ചർച്ചയെ ഞാൻ വിനിയോഗിക്കുകയാണ്. 10 പേർ കണ്ടാലറിയുന്നവർ, അതിലൊരാൾ ഒ രാജഗോപാൽ, മറ്റൊരാൾ PS ശ്രീധരൻപിള്ള. 10 പേരെയാണ് ഉന്നം വെക്കുന്നത്. പക്ഷേ വെല്ലുവിളിക്കുന്നത് ഭക്തരെയാകയുമോ? 10 പേരെയല്ല ഉന്നം വെക്കുന്നത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 10 പേരെ അവർ ഉന്നം വെക്കുന്ന സമയത്ത് ആ 10 പേരിൽ ബഹുമാനനായ ശ്രീ ഒ രാജഗോപാൽജി, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം. ബഹുമാനായിട്ടുള്ള ശ്രീ PS ശ്രീധരൻപിള്ള സാർ, അദ്ദേഹം ഇന്ന് ഇരിക്കുന്ന അല്ലെങ്കിൽ അലങ്കരിക്കുന്ന പദവി, കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അന്ന് അദ്ദേഹം ശ്രീധരൻപിള്ള സാർക്കെതിരെയും ഒ രാജഗോപാൽജിക്കെതിരെയും മറ്റ് 10 നേതാക്കന്മാർക്കെതിരെയും ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്? ആ കുറ്റപത്ര സമർപ്പണത്തിൽ ഞാൻ ആ കുറ്റപത്രം വായിച്ചിട്ടില്ല, പെട്ടെന്ന് അറിഞ്ഞതായതുകൊണ്ട്. അങ്ങനെ കുറ്റപത്രം ആരോപിക്കുന്ന പരമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിലെഴുതിയ ഓരോ വരികളും, അതിലെഴുതിയ ഓരോ വാക്കുകളും ശുദ്ധമായിട്ടുള്ള നുണയല്ലേ? ഇവർ ഉണ്ടാക്കുന്ന കള്ളക്കഥകൾ പടച്ചുവിടുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവല്ലേ ഇത്? എന്താണ് പിണറായി സർക്കാർ വിചാരിക്കുന്നത്? ഹിന്ദു സമൂഹത്തെ തുടച്ചു മാറ്റാൻ ഇവരുടെ സർക്കാരിന് സാധിക്കുമെന്നാണോ? ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ദൈവങ്ങളെയും അമ്പലങ്ങളെയും ക്ഷേത്ര ശൈലികളെയും പരിപൂർണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവർക്ക് വിരാജിക്കാമെന്നാണോ ഇവിടുത്തെ ഇടതുപക്ഷം കരുതുന്നത്? അങ്ങനെയെങ്കിൽ ഇടതുപക്ഷം ഒരു കാര്യം മനസ്സിലാക്കണം, അവർക്ക് തെറ്റിപ്പോയി. അവരെടുത്ത തീരുമാനങ്ങൾ ആ കൈകളെ കൊണ്ട് തന്നെ തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന കാലം അതിവിദൂരത്തല്ലാതെ വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ജനം പ്രതികരിക്കും. ജനം പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പൊതുസമൂഹം ഭഗവാനെ വിളിച്ചതിൻ്റെ പേരിൽ, ഭജന ചൊല്ലിയതിൻ്റെ പേരിൽ, പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ അവർ അംഗീകരിക്കുന്ന വിശ്വാസങ്ങൾ ഇവർക്ക് അനുസൃതമായി മാറ്റണമെന്നുള്ള ഇവരുടെ തീട്ടൂരം നടക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് നേരെ കുതിര കയറാനും അവരെ ഉപദ്രവിക്കാനും അതിനുവേണ്ടി തെരുവിലിറങ്ങിയ അമ്മമാരിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ഇവർ പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, പേടിപ്പിച്ചുകൊണ്ട് വിശ്വാസങ്ങളിൽ നിന്ന് തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന വർഗമാണ് ഹിന്ദു വിശ്വാസം, ഹിന്ദു വിശ്വാസികളും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇടതുപക്ഷം മനസ്സിലാക്കിക്കൊള്ളട്ടെ. അങ്ങനെയുള്ള ഭയപ്പെടുന്ന, പേടിക്കുന്ന ഒരു വിഭാഗമല്ല ഇത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഞങ്ങളുടെ വിശ്വാസങ്ങൾക്ക്, ഞങ്ങളുടെ ആചാരങ്ങൾക്ക്, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾക്ക്, ഞങ്ങളുടെ ക്ഷേത്ര പ്രക്രിയകൾക്ക് എല്ലാം കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതിനൊന്നും ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു കുറ്റപത്രം കൊണ്ട് തടയാനാവുന്നതല്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു കുറ്റപത്രം കൊണ്ട് ഇതൊക്കെ തടയാമെന്ന്? ഒരു കാരണവശാലും പിണറായി വിജയന്റെയും CPM-ന്റെയും ഈ കുതന്ത്രം അംഗീകരിക്കില്ല, അത് വിജയിക്കില്ല.